ഇന്ത്യൻ രൂപയ്ക്കും ഒരു സിമ്പൽ വേണമെന്നുള്ള ആലോചനകളിൽ നിന്നാണ് 2010 മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഈ ഡോളറിനൊക്കെ ഉള്ളതുപോലെ ആ ഡോളറിന് സമാനമായൊരു സിമ്പൽ ഇന്ത്യൻ രൂപയ്ക്കും വേണമെന്ന ഇന്ത്യൻ ഭരണാധികാരികളുടെ ആഗ്രഹത്തിൽ നിന്നാണ് അതിനുവേണ്ടിയുള്ള എൻട്രി ക്ഷണിക്കുകയും 3800 പേരിൽ നിന്ന് ഉദയകുമാർ എന്ന ഗുവാഹട്ടി IIT-യിലെ പ്രൊഫസർ, തമിഴ്നാട്ടിലെ ഒരു മുൻ DMK MLA-യുടെ മകനാണ്. അദ്ദേഹം തയ്യാറാക്കിയ ഇന്ത്യൻ റുപ്പിയയുടെ ആ നമ്മുടെയൊക്കെ അഭിമാനമായ ആ ചിഹ്നം ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ചിഹ്നം. ആ ചിഹ്നമാണ് സ്റ്റാലിൻ്റെ സർക്കാർ ബജറ്റിൻ്റെ കവർ ചിത്രങ്ങളിൽ നിന്ന് മാറ്റിക്കളഞ്ഞത്. അതും തമിഴ്വൽക്കരിക്കപ്പെട്ടു. ഹിന്ദി തെരിയാതെ പോടാ എന്ന ഒരു ഹാഷ്ടാഗ് ഇട്ടപ്പോൾ പണ്ട് വൈകാരികമായി പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു ജനതയായിരുന്നു തമിഴ്. അവരുടെ ആ വികാരങ്ങളെ കരുണാനിധി നന്നായിട്ട് മുതലെടുത്തിട്ടുണ്ട്. MG രാമചന്ദ്രൻ നന്നായിട്ട് മുതലെടുത്തിട്ടുണ്ട്. അത് എല്ലാ ഭരണാധികാരികളും ഓരോ ശീലമായിരുന്നു. അങ്ങനെ 60കളുടെ അവസാനമൊക്കെ ഹിന്ദി വിരുദ്ധ സമരങ്ങളും ഭരണഘടന കത്തിക്കുന്നതുമൊക്കെ DMK-യുടെ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിരുന്നു. ഇപ്പോൾ ഹിന്ദി തെരിയാതെ പോടാ എന്ന് ഒരു തമിഴിനോട് പറയുമ്പോൾ ഹിന്ദി മനസ്സിലാക്കിയില്ലെങ്കിൽ, ഹിന്ദി ഇന്ത്യയിലെ എല്ലാവരും സംസാരിക്കുന്നൊരു ഭാഷയല്ല. ഹിന്ദി ഇന്ത്യയിൽ വലിയ വിഭാഗം ജനങ്ങൾ സംസാരിക്കുകയും ആരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ ലാംഗ്വേജാണ്. അത് ഗൾഫിൽ ചെന്നാലും ബംഗ്ലാദേശിൽ ചെന്നാലും നേപ്പാളിൽ ചെന്നാലും എന്തൊരു പാകിസ്ഥാനികൾക്ക് പോലും അറിയാവുന്ന ഒരു ഭാഷ. ആ രീതിയിലാണ് ഹിന്ദി ഉപയോഗിക്കുന്നത്. ഹിന്ദി അറിയാമെങ്കിൽ ശരാശരി വിദ്യാഭ്യാസമുള്ള വളർന്നു വരുന്ന തമിഴ് തലമുറയ്ക്ക്, ഇപ്പോൾ തമിഴ്നാട്ടിലെ പുതിയ തലമുറ അത് ഏറ്റെടുക്കാത്തതെന്ന് ഹിന്ദി അറിയില്ല എന്ന് പറയുന്ന അവർക്ക് ദോഷം ചെയ്യുമെന്ന് അവർക്ക് തിരിച്ചറിയാം. പക്ഷേ സ്റ്റാലിൻ 2026 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അദ്ദേഹം ഭയപ്പെടുന്നുണ്ട്. കാരണം ഈ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തിൽ എപ്പോഴാണ് മാറ്റങ്ങൾ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള AADMK-യും അണ്ണാമലയുടെ നേതൃത്വത്തിലുള്ള ഈ 19% വോട്ടുള്ള BJP ഇങ്ങനെ ഒന്നിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അത് DMK-യുടെ വോട്ടിനേക്കാൾ കൂടുതൽ വരുമെന്ന് 2024 തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ ചൂണ്ടിക്കാണിച്ച് രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് സ്റ്റാലിനെ ഭയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന് ഹിന്ദി தெரியாതെ പോടാന്ന് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിന് ഹിന്ദി പോയിട്ട് ഇംഗ്ലീഷ് പോലും അറിയാത്തത് കൊണ്ടാണ് ഈ കരുണാനിധിയുടെ അളിയനായ മുരശലിമാരൻ PP സിംഗിൻ്റെയും വാജ്പേയിയുടെയും ഒക്കെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നയാളാണ്. അതിനുശേഷം സ്റ്റാലിൻ ചെന്നൈ മേയറായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കസിനായ മുരശലിയുടെ മകൻ ദയാനിധി മാരൻ കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്. രാജ കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്. അപ്പോഴും സ്റ്റാലിൻ അന്ന് ചെന്നൈ മേയറായിട്ട് കളിച്ചു കിടക്കുകയായിരുന്നു. കട്ടിലൊഴിഞ്ഞാലും അധികാരം ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്ന കരുണാനിധിക്ക് ശേഷമാണ് സ്റ്റാലിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ കഴിഞ്ഞത്. ഇപ്പോൾ സ്റ്റാലിന് ശേഷം സ്റ്റാലിൻ ഉദയനിധിയെ കൊണ്ടുവരികയാണ്. ഇവർ കളിക്കുന്നൊരു കളി അപകടകരമായ കളിയാണ്. ഈ കളി ഇന്ത്യ പോലുള്ള രാജ്യത്തിൻ്റെ അഖണ്ഡതയെപ്പോലും, അതായത് മണ്ഡലം ഡീലിമിറ്റേഷൻ വരുമ്പോഴേക്കും തമിഴ്നാട്ടിലെ സീറ്റുകൾ പോണേ അദ്ദേഹം ഓൾ പാർട്ടി കോൺഫറൻസ് വിളിക്കുകയാണ്. അത് ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഒരു സീറ്റുകൾ പോകില്ല എന്ന് അമിത്ഷാ വ്യക്തമാക്കിയപ്പോൾ എന്തിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെ കിടന്ന് കരയുന്നത്? ഇന്ത്യയിലെ ഞാനൊരു ഭാരതീയനാണെന്നിൽ അഭിമാനം കൊള്ളുക. തമിഴ് എൻ്റെ ഭാഷയാണ്. തമിഴിനെ എന്നല്ല, ഒരു ഭാഷയ്ക്കും വിഴുങ്ങാൻ കഴിയില്ല. അങ്ങനെ ഹിന്ദി വിഴുങ്ങി എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എന്ത് പ്രചരണമാണ് സ്റ്റാലിൻ നടത്തുന്നത്? ഇത് പക്ഷേ തമിഴിലെ ഒരു തലമുറയ്ക്ക് ഇതിനെ ഒട്ടും അവർ പഴയ പോലെ ചാടിക്കേറി കൈയടിക്കാനോ ബഹളമുണ്ടാക്കാനോ ആക്രമണങ്ങൾ കാണിക്കാനോ ഒരു തമിഴ് ജനതയും തയ്യാറായിട്ടില്ല. അവർ തിരിച്ചറിവിൻ്റെ ഭാഷയിൽ തന്നെയാണ്. അതാണ് വളരുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും.